അപ്പോൾ ഡിവൈൻ മസ്കുലൈൻ്റെ അവേക്കനിങ് എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യന് എഗെയിൻ ഇതൊരു പാർട്ട് 2 ആയിട്ട് ആൻസർ തരികയാണ്. ഫെമിനൈൻ എനർജി എപ്പോഴാണോ ഹീലായി ഒരു സറണ്ടർ സ്റ്റേജിൽ എത്തുന്നത് അപ്പോൾ മാത്രമേ അവർക്ക് ആ ഒരു എനർജറ്റിക്കൽ സ്പേസ് കിട്ടത്തുള്ളൂ. അതായത് സറണ്ടർ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജി ഈ ഒരു ജേർണിയിൽ നിന്ന് ഒരു ഔട്ട്കം പ്രതീക്ഷിക്കുന്നില്ല. അതായത് എനിക്ക് യൂണിവേഴ്സ് ആണ് എൻ്റെ സോഴ്സ് എന്ന് മനസ്സിലാക്കും. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പവറിൽ നിന്നാണ്, ആ ഒരു യൂണിവേഴ്സൽ പവറാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, നമ്മളെ പർപ്പസിലേക്ക് എത്തിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നത്. അതായത് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് കോഡിപ്പെൻഡൻസി കാണിക്കാതെ ആ ഒരു പവറിലേക്ക്, അതായത് അത്രയ്ക്ക് ഇൻഡിവിജ്വാലിറ്റിയിലേക്ക്, അത്രയ്ക്കൊരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സോളിലേക്ക്, അതായത് സോളിനുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇൻഫിനൈറ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു ക്രിയേറ്റീവ് സൈഡിനെയൊക്കെ അത്രയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ചക്രാസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഡിവൈൻ മസ്കുലൈൻ്റെ അവേക്കനിങ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് ലെവലിൽ നടക്കുന്നുള്ളൂ. ഈ ഫെമിനൈൻ എനർജി വർക്ക് ചെയ്യുമ്പോഴൊക്കെയും അവർ അവേക്കനിങ്ങിലാണ് അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിലാണ് എന്നും മനസ്സിലാക്കുന്നില്ലെങ്കിലും എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരും പെയിനിലൂടെ കടന്നു പോകും. പക്ഷേ അതിനെ റിയലൈസ് ചെയ്യണമെങ്കിൽ ഫെമിനൈൻ എനർജിയുടെ ഹാർട്ട് ചക്ര അറ്റ്ലീസ്റ്റ് ഓപ്പൺ ആയിരിക്കണം. ആൻഡ് മോറോവർ ഇവിടെ ഒരു വണ്ണസിൻ്റെ എനർജിയിൽ ഫെമിനൈൻ എനർജി വരണം എന്ന് വെച്ചാൽ ചക്രാ സിസ്റ്റംസിൽ പറയുമ്പം നമ്മളുടെയും നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെയും ചക്രാസ് ഇന്റർലിങ്ക്ഡ് ആണ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ റൂട്ട് ചക്രയിലുള്ള ഫിയർ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ 3Dയിലുള്ള ലൈഫിൽ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുമ്പോൾ നാച്ചുറലി അവരും അതേ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. അതാണ് ഈ ജേർണിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾക്ക് ക്രൗൺ ചക്ര വരെ 7 ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും. നമ്മൾ ക്രൗൺ ചക്രയുടെ എബോ ആയിട്ടുള്ള സോൾ സ്റ്റാർ ചക്രയുണ്ട്. അപ്പോൾ ഈ സോൾ സ്റ്റാർ ചക്രയിൽ ഈ ഒരു സോളിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒന്നാണ്. എഗെയിൻ അത് ബോഡിയിലേക്ക് വരുമ്പോൾ, അതായത് 3Dയിലുള്ള ഈ ഒരു ബോഡി അല്ലെങ്കിൽ എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജന്മങ്ങളിലുള്ള ബോഡിയിലേക്ക് ആ ഒരു ഇൻകാർണേഷൻ വരുമ്പോൾ അത് ക്രൗൺ ചക്രയിൽ വരുമ്പോഴത്തേക്കാണ് സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ആയിട്ട് ആ ബോഡീസിലേക്ക് വരുന്നത്. എഗെയിൻ വൺനെസ്സിൻ്റെ ആ ഒരു എനർജി, അതായത് എബോ ക്രൗൺ ചക്രയിലുള്ള നമ്മളുടെ ആ ഒരു വൺനെസ്, അതാണ് ഈ സോൾ 1 ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാണെന്ന് പറയുന്നത്. ആ ഒരു വൺനെസ്സിൻ്റെ എനർജിയിൽ 5Dയിൽ ഫെമിനൈൻ എനർജി ജീവിക്കുമ്പോൾ മാത്രമേ മസ്കുലൈൻ എനർജീനെ ഇതിനെ 3Dയിൽ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്.